ഇന്ന് അരിപ്പൊടി കൊണ്ട് നമുക്കൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന് 1.25 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുമിട്ട് സ്റ്റൗവിൽ തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് പൊടിയിട്ട് വാട്ടിയെടുക്കാം. നന്നായി വാട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് മൂടി തുറന്ന് നമുക്കത് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവിക്കൊണ്ട് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത മാവാണിത്. ഇനി നമുക്ക് അതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് പാൻ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് ആ തേങ്ങയൊന്ന് ചൂടാക്കിയെടുത്താൽ കളർ മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നീട് ഏലക്കാപ്പൊടി ആണത്. പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. ഏലക്കേൻ്റെ കുരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് ആ മാവ് പലകൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ആ മാവിലിട്ട് ആ ഫില്ലിംഗ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വേറൊരു പത്തിരിയും കൂടി നമ്മൾ ഇതേ വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഇതിൻ്റെ മേത വെക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മേതയ്ക്ക് വീണ്ടും ഒരു പത്തിരി വെച്ചതിന് ശേഷം നമ്മൾ ആ തൊമ്പൊക്കെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഇവിടെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം ഞാൻ 2 തട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ അതാ ഇങ്ങനെയുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തു. നല്ല സ്വാദുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.